അപ്പോൾ ഗൈസ് നമുക്കൊരു ഈവനിങ് ബ്ലോഗ് ആയാലോ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഈവനിങ് ഒരു പീസ്ഫുള്ളായിട്ടൊരു ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ടിരിക്കാനുള്ളൊരു മൈൻഡിലാണ്. പിന്നെ നമ്മൾ ഈവനിങ് നമ്മുടെ പരിപാടി എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. കാരണം ഈവനിങ് എന്താണ് നമ്മുടെ പരിപാടി എന്നൊക്കെ ഉള്ളത്. നമ്മുടെ പാർട്ട്ണർ അവിടെ ഇരുന്ന് ഒരു ബുക്കൊക്കെ വായിച്ചിരിപ്പുണ്ട്. എന്തോന്നാടെ പരിപാടി? റാം ആനന്ദി. ഇദ്ദേഹം ഒരു ഭയങ്കര റീഡറാണ്. എനിക്ക് വായനാശീലമൊന്നുമില്ല, പക്ഷേ നമ്മുടെ പാർട്ട്ണർ ഭയങ്കര നല്ല രീതിയിൽ വായിക്കും. വായന അഡിക്റ്റഡ് വുമണാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നമുക്കൊരു ചായ ഇടാം. ചായ ഇട്ടിട്ട് ചായയൊക്കെ കുടിച്ച് മെല്ലെ നമുക്ക് നമ്മുടെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാം. അതൊക്കെയാണ് നമ്മുടെ ഈവനിങ് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഗൈസ് നമുക്ക് കുറേ ചെടികളുണ്ടായിരുന്നു. കുറേയൊക്കെ നമ്മൾ ഇടയ്ക്ക് മാലിയിലൊക്കെ പോയില്ലായിരുന്നു. ആ ടൈമിൽ കുറേയൊക്കെ അങ്ങ് നോക്കാതെയും കാണാതെയും കരിഞ്ഞൊക്കെ പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് കുറേയും കൂടെ അപ്ഡേറ്റ് വരുത്തണം നമ്മുടെ ഗാർഡൻ മൊത്തത്തിൽ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ടോപ്പ് ഉണ്ടല്ലോ, ഈ ടോപ്പിൽ പടർന്ന് കളിക്കാൻ പറ്റുന്ന ചെടി, അത് നല്ല ഭംഗിയുള്ള ചെടി ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. 1-2 ചെടി നമ്മുടെ മൈൻഡിലുണ്ട്. എന്നാലും കൂടുതൽ ഇതിനെപ്പറ്റി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ. അപ്പോൾ ഗൈസ് അങ്ങനെ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോകാം. പാർട്ട്ണർ അതിന് കഴിഞ്ഞെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ ഓക്കെ. അതിൻ്റെ ഗൈസ് ഇത് എന്താണെന്നറിയോ, ഇത് ഞാൻ മാലിയിൽ നിന്ന് വന്നപ്പോൾ അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന സാധനമാണ് ഈ ബുക്ക്. കുറേ ബുക്സ് ഉണ്ടായിരുന്നു, ഞാൻ കുറേ ബുക്സ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഈവനിങ് നമ്മുടെ പരിപാടിയിലെ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോഫി ഇട്ട് വെച്ച് അതിൻ്റെ ചൂടോടെ സ്വാദോടെ നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചായയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചായ ഇടാനുള്ള നമ്മുടെ സാധനങ്ങൾ മൊത്തമുണ്ട്. അപ്പോൾ കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ച് നേരെ നമ്മുടെ ഗ്യാസ് ആദ്യം കത്തിച്ചു കൊടുക്കാം. നമ്മൾ ഗ്യാസും കത്തിച്ച് നേരെ ഇപ്പം ഓൾറെഡി നമ്മൾ സമയം ഏറെ ലേറ്റായി. കാരണം നമ്മൾ സാധാരണ ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും വെള്ളം വയ്ക്കുന്നത്. വേറെ ഇച്ചിരി പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ പുറകിന് പോകേണ്ടി വന്നു. കുഴപ്പമില്ല, നമ്മൾ ഈ ഒരു ടൈമിൽ. പക്ഷേ ചൂട് അധികം ആയതുകൊണ്ട് നമുക്ക് രാവിലെയും വൈകിട്ടും നമുക്ക് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചെടി മൊത്തം അലമ്പാവും. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടാവട്ടെ. നമുക്ക് അതിനോടൊപ്പം തന്നെ നമ്മുടെ ചെടിക്ക് വെള്ളം ഒഴിക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം. അപ്പം ആദ്യം നമ്മുടെ കാണുന്ന ലൈറ്റ് തെളിയിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ലൈറ്റൊക്കെ തെളിയിച്ച് കൊടുത്ത് നേരെ നമ്മുടെ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കണം. കാരണം രാവിലെയും വൈകിട്ടും നല്ല ചൂടടിക്കുന്നുണ്ട്. നമുക്ക് രാവിലെയും വൈകുന്നേരം നമ്മൾ ഇതാക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചെടിക്ക് വെള്ളം നിറയ്ക്കാൻ വേണ്ടി വെച്ചേക്കുന്ന വെള്ളം. ഇവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്തേക്കാണ്. ഇത് സ്റ്റോർ ചെയ്തേക്കുന്ന ഈ വെള്ളം നമ്മൾ ഇതിനടുത്താണ് ഇവിടെ എല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. അടിപൊളിയല്ലേ? അപ്പോൾ കഴിച്ച് നമുക്ക് നമ്മുടെ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൊച്ചുനാൾ മുതലേ എനിക്ക് ചെടികൾ ഒക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെടികൾ വളർത്തുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് നല്ല എന്താ പറയുന്നത്, ഓക്സിജനും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ചെടികൾ തരുന്നുണ്ട്. പിന്നെ ഇത് കാണുമ്പോൾ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് കിട്ടും എനിക്ക്. അതുകൊണ്ട് എനിക്ക് ചെറുപ്പം മുതലേ ചെടി വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്, ചെടി ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഗൈസ് അതിനോടൊപ്പം തന്നെ നമ്മുടെ വെള്ളം അവിടെ തിളക്കുകയാണ്. നമുക്ക് നമ്മുടെ ചായ എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമുക്ക് ചായയിലേക്കുള്ള ഘട്ടങ്ങളിലേക്ക് കിടക്കാം. പാൽപ്പൊടി ആണ്, പാൽപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് 2 സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാലിനേക്കാട്ടിലും ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇട്ടപ്പോഴത്തേക്കും അത് കുറച്ച് തുളുമ്പി വരുന്നു. ഗൈസ് ചായയൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മുടെ വീട്ടിലെ ഗാർഡനൊക്കെ പരിപാലിച്ച് ശേഷം ഇത് തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ആണ്. ഹാപ്പി, പീസ്ഫുൾ. ദൂരെ എങ്കിലും കറങ്ങാൻ പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ചില സമയങ്ങളിൽ നമ്മുടെ വീട്ടിലിരുന്നാൽ നമുക്ക് സന്തോഷം കിട്ടണം. നമുക്ക് സന്തോഷം കിട്ടണം. അതാണ് ബെസ്റ്റ്. കാരണം അതിനേക്കാളും വലിയൊരു എന്താ പറയുന്നത്, ഒരു സന്തോഷം വേറെ ഉണ്ടോ ഗൈസ്? അറിഞ്ഞൂടാ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് നല്ല രീതിയിൽ തിളച്ച് പോന്നട്ടെ. നമുക്കപ്പം നേരെ തിരിച്ച് നമ്മുടെ ഗാർഡനിൽ വെള്ളം ഒഴിക്കാൻ പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതല്ല, ഇത് മൊത്തത്തിൽ നമ്മൾ ചെടി നിറച്ച് മൊത്തത്തിൽ സെറ്റാകും ഗൈസ്. എനിക്ക് എന്താ പറയുക, ഇത് മൊത്തത്തിൽ നിറഞ്ഞു കഴിക്കണം. ഈ മണ്ടയ്ക്ക് ഇതൊരു കോർണറൊക്കെ ഉണ്ടാണ്. ഇത് മൊത്തത്തിൽ ചെടിയിൽ സെറ്റാക്കി എടുക്കും. ഗൈസ് നമ്മുടെ ബുദ്ധന് ഇത് റിലാക്സ് ആയിട്ട് സമാധാനപരമായിട്ട് ഇരിക്കുന്നുണ്ട്.
ഗൈസ് ടെറസിൻ്റെ മണ്ടയ്ക്ക് എല്ലാവർക്കും ഇതുപോലൊരു എന്താ പറയുക ചുമ്മാ ഫ്രീ ആയിട്ട് നടക്കുന്ന ടെറസിൻ്റെ മണ്ടയ്ക്ക് എല്ലാവർക്കും ഇങ്ങനൊരു സംഭവം സെറ്റ് ചെയ്ത് അടിപൊളിയായിരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. കുറച്ച് ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ചായയിലേക്ക് കുറച്ച് തേയില ഇട്ട് കൊടുക്കാം. തേയിലയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ ബ്രൂ ആണ് ഗൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബ്രൂവിൻ്റെ നല്ല മണം. അപ്പോൾ ഗൈസ് നമ്മുടെ ചായക്ക് മധുരം ഇടാൻ വേണ്ടി നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ വിളിച്ചിട്ടുണ്ട്. പാറു മധുരം ഇട്ടോളാന്ന് പറഞ്ഞ്. അപ്പോൾ ഗൈസ് നമ്മുടെ ചായ ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചായ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ആക്കാം. ഗ്ലാസ്സിലേക്കാക്കി അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ചായ നേരെ നമ്മുടെ ഗ്ലാസ്സിലേക്ക് വെക്കാം. ഇത് കഴിഞ്ഞൊരു ചായക്കട ഇടാം കേട്ടോ. ഞാൻ എന്താ പറയുന്നത്, ഇവിടെ രാവിലെ ഇവിടെ ചായ കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അടിപൊളി ചായ വന്നിരുന്നത് സ്വയം വിളിക്കണം കേട്ടോ. അഭിപ്രായം വരണ്ടെങ്കിൽ പറയണേ എന്റെ ചായയെ പറ്റി. ഇപ്പൊ കുടിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം. അതെന്താ പറയാ, അങ്ങനെ രാവിലെ വന്നിട്ട് ചായ കുടിക്കുന്നു. ചായ എന്ന് പറഞ്ഞത് കോഫി ഇല്ലേ? അതെ, കുഴപ്പമില്ല. ഞങ്ങള് നാലാൾക്കാർ ചിലപ്പോൾ ചായ എന്നാണ് പറയുന്നത്. പിന്നെ മധുരം ഇടാത്ത വേറെ ഒന്നും ഗൈസ്. മധുരം ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മധുരം ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടുതലാവുന്നതാണ് നമ്മുടെ പാറു പറയുന്നത്. അപ്പൊ ഗൈസ് നമ്മുടെ ചായ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നേരെ പോകുമ്പോൾ നമ്മൾ ചായ നമ്മുടെ സ്പോട്ടിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് കുടിക്കാം ഗൈസ്. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഗൈസ് അങ്ങനെ നമ്മുടെ ചായ ഏതാണ്ട് നമ്മുടെ പാറു ടെസ്റ്റ് അടിക്കുന്നുണ്ട്. ടെസ്റ്റ് അടിച്ച് കൊള്ളാമെങ്കിൽ മാത്രമേ ഞാൻ കുടിക്കുന്നുള്ളൂ. എങ്ങനെയുണ്ട് ചായ? കൊള്ളാവോ? കുഴപ്പമില്ല. ഇത് ഒരു എന്താ പറയുന്നേ, സ്ഥിരം ഏർപ്പാടാക്കണമെന്ന് വിചാരിക്കരുത്. ഇടയ്ക്കൊക്കെ എനിക്ക് മൈൻഡ് വരുമ്പോൾ മാത്രമേ ഞാൻ ചായ എടുത്തുള്ളൂ. ഗൈസ് എത്ര പെട്ടെന്നാണെന്നറിയാവോ ഇത് മാറിയത്. കണ്ടോ, ഏതാണ്ട് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ നല്ല വെട്ടമായിരുന്നു. പെട്ടെന്നാണ് ഇപ്പോൾ ഇരുട്ടാവുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ആയിരിക്കും. അപ്പം ഗൈസ് നമ്മുടെ ടാങ്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫൈറ്റർ ചത്തുപോയി. അപ്പം ടാങ്ക് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 1-2 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുറേ ചൂടത്ത് ഇച്ചിരി ചൂട് ഓപ്പൺ ഏരിയയിൽ ഇച്ചിരി ചൂട് കൊണ്ടാലും ചത്തുപോകാത്ത മീനെ കുറേ ക്യാറ്റ് ഫിഷ് അങ്ങനെയുള്ള കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ദിവസം തന്നെ നമ്മുടെ മീനെ നമുക്കിതിനകത്ത് ഫില്ല് ചെയ്യണം. നമ്മുടെ ബുദ്ധൻ ഏകദേശം പീസ്ഫുള്ളായിട്ട് കാമാൻ ക്വയറ്റായിട്ട് പുള്ളി വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കും സമാധാനപരമായിട്ടിരിക്കാമെന്നുള്ളൊരു കോൺസെപ്റ്റ് എപ്പോഴും നമുക്കുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ഗാർഡൻ ഏരിയയിൽ അടുത്തടുത്ത അപ്ഡേറ്റ്സ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ഈ ചായ കുടിച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ വൈകുന്നേരം ഇങ്ങനെ ചെടിക്ക് നമ്മുടെ ഗാർഡൻ ഏരിയയൊക്കെ പരിപാലിക്കുന്ന ഒരു പരിപാടി എല്ലാ ദിവസവും ഉള്ളതാണ്. അപ്പം ഈ വീഡിയോ എന്തുകൊണ്ട് നിങ്ങളെയും കൂടെ കാണിച്ചുകൂടാ എന്നൊരു കോൺസെപ്റ്റ് വന്നുകൊണ്ടാണ് ഈ കുഞ്ഞു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും bye.